നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് എന്ന് പറയുകയാണെങ്കിൽ കിങ് കോബ്ര രാജവെമ്പാല ആണ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ രാജവെമ്പാലതിനെക്കാട്ട് ഇരട്ടി വിഷമുള്ള ചില പാമ്പുകളൊക്കെ ഉണ്ട്. ആ പാമ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ ന്യൂസ്, ഫാക്ട്സ്, നോളജസ് ഇവയൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ബ്ലാക്ക് മാമ്പ. ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകുന്ന പാമ്പുകളിൽ ഒന്നാണ് ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. മണിക്കൂറിൽ 20 km/h പോകാനുള്ള ഫാസ്റ്റ് ഈ ഒരു പാമ്പിനുണ്ട്. ഇവ മെയിനായിട്ട് കണ്ടുവരുന്നത് സൗത്ത് ആൻഡ് നോർത്ത് ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ഇവയുടെ ഒരു സിംഗിൾ ബൈറ്റ് ഏകദേശം, അതായത് ഒരു കടി കൊണ്ട് ഏകദേശം 10-25 മനുഷ്യന്മാരെ കൊല്ലുവാനായിട്ടുള്ള വിഷം ഒരാളുടെ ബോഡിയിൽ ഒരു പാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് വിത്തിൻ 20 മിനിറ്റിൽ തന്നെ ഒരു മനുഷ്യന്റെ മരണം നടക്കും ഈ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിന് ഇതുവരെയായിട്ടും ആന്റിവനം കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബ്ലാക്ക് മാമ്പ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ആ ഒരു പാമ്പിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും എന്നാണ്. അതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞ പേര് വന്നത്. അതിന്റെ മൗത്തിന്റെ കളർ ഒരു ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന പേര്. അടുത്ത രണ്ട് ടീമുകളും ഒരേ സ്ഥലത്ത് കാണുന്നതാണ്. അതായത് നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്പ് പാമ്പുകളാണ്, കോസ്റ്റൽ ടൈപ്പാനും ഇൻലൻഡ് ടൈപ്പാനും. ഈ കോസ്റ്റൽ ടൈപ്പാൻ ഉണ്ടല്ലോ, ഇവന്റെ ഒറ്റ ഒരു കടി മതി ഒരു സിംഗിൾ കടിയിൽ തന്നെ 56 ഹ്യൂമൻസിനെ കൊല്ലാനായിട്ടുള്ള ഒരു വിഷം ഒറ്റ കടി കൊണ്ട് ഇവൻ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കടി നല്ല കടിക്കുക, മൾട്ടിപ്പിൾ കടിയായിരിക്കും കടിക്കുക. മനുഷ്യന്മാർ കിട്ടിയാലും അതിന്റെ ഇരകൾ കിട്ടിയാലും മൾട്ടിപ്പിൾ കടിയായിരിക്കും. അതായത് 2-3 കടി അടിക്കും. ആ ഒരു സ്പീഡ് ഇവറ്റങ്ങളുടെ പെട്ടെന്നുള്ള സ്പീഡ്, അതേ പറയാ ഒരു ഇരേനെ കണ്ടാലോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ആരെയും കണ്ടാലോ പെട്ടെന്ന് തന്നെ ഇവർ അറ്റാക്ക് ചെയ്യുന്ന വിധം കൊണ്ട് തന്നെയാണ് ഇവരെ മുമ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ആന്റിവനൊക്കെ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ മരണത്തിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടി കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരാളാണ് ഇൻലാൻഡ് ടൈപ്പാൻ. ഇവയുടെ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോബ്ര ഉണ്ടല്ലോ, ഈ കോബ്രയുടെ 50 ടൈംസ് കൂടുതലാണ് ഈ ഇൻലാൻഡ് ടൈപ്പാൻ്റെ വിഷം. ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഒരാളെ കൊല്ലുവാനായിട്ടുള്ള ഒരു വിഷം ഇവൻ ഇഞ്ചെക്ട് ചെയ്യും ഒരു കടിയിൽ തന്നെ. മൾട്ടിപ്പിൾ ടൈംസ് തന്നെയാണ്, മറ്റേ കോസ്റ്റൽ ടൈപ്പാൻ്റെ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഇവൻ്റെ ഒരു ഇത്. അതുപോലെ ഈ സാധനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 മനുഷ്യന്മാരെ കൊല്ലാനും 2,50,000 എലികളെ കൊല്ലാനുമായിട്ടുള്ള വിഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ബൈറ്റിൽ തന്നെ ഇത് ഇഞ്ചെക്ട് ചെയ്ത് വിടും. ഈ ഇൻലാൻഡ് ടൈപ്പാൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കളർ മാറ്റും എന്നുള്ളതാണ്. അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു കളർ മാറിക്കൊണ്ടിരിക്കും. വിന്റർ സമയത്ത് ഡാർക്ക് ആയിരിക്കും, അതേപോലെ തന്നെ നല്ല സമ്മർ സമയത്ത് ലൈറ്റർ ആയിരിക്കും ഇവരുടെ കളർ എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതായത് ഏത് കാലാവസ്ഥയോടും ഇവ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറും എന്നുള്ളതാണ്.